അരിയല്ലേ പറഞ്ഞോട് ചിന്നോടല്ലേ പറഞ്ഞ് വന്നേ ആൾക്കാരെന്തിനും പറഞ്ഞോട്ടെ എനിക്കെന്താ ഇന്നെ കളിയാക്കാൻ പാടില്ല എന്നെ ഞാൻ എന്ത് പറഞ്ഞ് ഞാൻ ആന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ നിന്ന് ഒരാളും പറഞ്ഞിട്ടില്ല കൂർത്തക്കേട് പറയല്ലേ നായേ കൂടെ ഉണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞ പോലെ ഒരാളുണ്ടാവില്ല എവിടെയായിരുന്നു ചങ്ങായി 2 ദിവസം പോലീസ് സ്റ്റേഷനിലോ പോലീസുകാർ പാവങ്ങളാ ഒന്നും ചെയ്യൂല നിജെന്തിനെങ്ങനെ കിടന്ന് മോങ്ങണേ ജോലി മോഷ്ടിച്ചോ ഒരു കത്തിക്കുത്ത് അയ്യോ ഞാനല്ല ഞാൻ വായനശാലയില് കേരം കളിക്കുന്നുണ്ടായി അപ്പൊ കളിച്ചോണ്ടിരിക്കുമ്പോ കുറെ പിള്ളന്മാരുടെ ആടുന്ന് 4 ഭാഗത്ത് കീഞ്ഞ് ഓടുന്നു ഞാൻ ചന്ദ്രോ എവിടെ പോന്നോ എന്നെല്ലാം ചോദിച്ചു അപ്പൊ ഒരുത്തൻ പറഞ്ഞു കാവില് കത്തിക്കുത്ത് കിടക്കുന്നുണ്ട് നമ്മള് കത്തിക്കുത്ത് നേരിട്ട് കണ്ടിട്ട സിനിമയിൽ കണ്ടിനി ഇതൊന്ന് കാണാലാ ഞാനും കീഞ്ഞോടി കാവിലെത്തുമ്പം ഉണ്ട് ഞാൻ വരുമ്പോ 4 ഭാഗത്ത് എല്ലാവരും പിള്ളന്മാർ ഓടിപ്പോന്നു നമ്മ ഒരു ബഹുമാനം തന്നായിരിക്കും ഞാൻ വിചാരിച്ചു 2 എണ്ണം കിടക്കുന്നുണ്ട് കത്തിക്കുത്ത് കഴിഞ്ഞു പോയി അപ്പൊ ഈ കുറ്റ സ്ഥലം നമുക്ക് നോക്കാലാ ഞാൻ ഒന്നിനെ പിടിച്ച് മറിച്ചിട്ട് ഞാനിങ്ങനെ നോക്കാൻ നിൽക്കും ബാക്കിൽ നിന്ന് ഒരുത്തം പിടിച്ചു പോലീസ് കൊണ്ടുപോയി സ്റ്റേഷനിൽ എന്തിനാ ദജ്ജാല് അവിടെ പോയിട്ട് ഇപ്പൊ ആടെ തൊടാൻ നിന്നായി അതൊക്കെ തെളിവാണ് അല്ല പോലീസുകാരെന്തിനും ചെയ്തോ 2 ദിവസം കഴിഞ്ഞ അവിടെ ആളെ കിട്ടി അതിനുശേഷം അവരെ ഒന്നും ചെയ്തില്ല സത്യം ഇനിയിപ്പോ എന്തായാലും അല്ല ധന്യന്തരം കോയമ്പൊക്കെ ഇട്ട് തിരുമ്പിട്ടേ ചൂട് പിടിച്ചാളി കോയമ്പ് മേടിച്ചില്ല പൈസ ഇല്ല 10 പൈസ നീർക്കെട്ട് പോവില്ല ധന്യന്തരം കൊയ്യുമ്പോ നല്ലത് അല്ല പെണ്ണ് തൈലോ അറിയില്ല ധന്യന്തരം കോയമ്പ നീ എന്താ ഇവിടെ ഇരിക്കണ ആയുസിന്റെ വലിപ്പം കൊണ്ട് ഇരിക്കന്നെ പ്യാരെ അത് ശരി ആവശ്യമൊക്കെ കഴിഞ്ഞാ വീട്ടിലാ ആവശ്യങ്ങൾ എവിടെ കഴിഞ്ഞു മരണം വരെ ആവശ്യം ഉണ്ടാവൂല നമ്മുടെ കൂടെ അല്ലിങ്ങനെ ഇനിയിപ്പോ 40 ഉണ്ട് അതിനുള്ള ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ് ഈ ബന്ധുക്കളൊക്കെ പോയാ കൊറേ പേരൊക്കെ പോയി അമ്മായിയൊക്കെ ഇടക്ക് വരും ഉമ്മാക്ക് ഇങ്ങനെ അതിന് ശേഷം ഒരു സുഖമില്ല അപ്പൊ മരിച്ചതിന് ശേഷേ അല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ പെട്ടെന്ന് ഉണ്ടായതല്ലേ അതിന്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും ഇപ്പൊ ഈ കോവിഡാന്ന് തിരിച്ചറിയുന്നവരെ എന്റെ കൂടെ വണ്ടിയിലൊക്കെ വന്നിരുന്ന വെച്ചാണേ വേറെ കുഴപ്പമൊന്നുമില്ല മൂപ്പർക്ക് ഇന്റെ മാതിരി വലിവിന്റെ അസുഖം അല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ പോണു പോയാ കാര്യങ്ങൾ എന്താ പ്യാര് ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല അവിടെ ആ ക്ലബിലത്തെ ആൾക്കാരൊക്കെ വന്ന് കൊറേ സാധനങ്ങളും പലചരക്കും സാധനങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവന്ന് തന്നു പിന്നെ പലയിടത്തുനിന്നും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ കഴിയാൻ കുഴപ്പമൊന്നുമില്ല അല്ല ആളുകൾ അതൊരു മനസാക്ഷി ഓർത്ത് ചെയ്യണേ നിനക്ക് ഇത്ര ആരോഗ്യമില്ലേ ഈ കണ്ണി കണ്ടൊരു ഉണ്ടെന്നാ തിന്നാനിരുന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലും പണിയൊക്കെ അന്വേഷിക്കും അതെ പോണ അതിന് പണിയില്ലല്ലോ അല്ല പോയാ മറ്റേ ആ ധനസഹായത്തിനുള്ള അപേക്ഷ കൊടുത്താ നീ ഏത് ധനസഹായം കോവിഡ് വന്ന് മരിച്ചവർക്ക് 50,000 രൂപ ധനസഹായം തരുന്നില്ലേ സർക്കാർ എല്ലാവർക്കും കിട്ടുമോ എല്ലാവർക്കും ഒന്നും കിട്ടൂല കോവിഡ് വന്ന് മരിച്ചവർ ആശ്രിതർക്ക് 50,000 രൂപ ആദ്യം കിട്ടും പിന്നെ എന്തോ ചെലവിന് 5,000 രൂപ വെച്ച് കുറച്ച് നാൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് ആശ്രിതർക്ക് 50,000 രൂപ കിട്ടുവാ അല്ല അപ്പൊ എനക്ക് കിട്ടണ്ടേ അതിന് നിന്റെ ആരാ മരിച്ചത് കോവിഡ് വന്ന് എന്റെ അച്ഛൻ 7 കൊല്ലം പോയി തെങ്ങൊന്നും വീണ് മരിച്ചില്ലേ അതിന് കിട്ടില്ല ഇത് കോവിഡ് വന്ന് മരിച്ചവർക്കാണ് കൊടുക്കണത് എന്താ പറയുന്നത് അത് കേട്ടോ ആ ഉപദേശവും കേട്ടിരുന്നോ നീ നരകത്തിൽ പോകുള്ളൂ നീയേ അല്ല ഞാനൊരു കാര്യം പറഞ്ഞത് ഇതിപ്പോ ആരോടെ പോയി പറയാ ആരോടും പറയണ്ട നീ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്ക് ഇജിപ്പോ ഇത് പറഞ്ഞു തന്നാ ഈ 50,000 ഉറുപ്പ്യൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ കാലം എത്ര പണിയെടുക്കണോ അതാ പറയണത് സർക്കാർ തരണല്ലേ ആനുകൂല്യം വാങ്ങിച്ചെടുക്ക് ചെല്ലി ഇനി ഇവിടെ ഇരിക്കണ്ട ചെല്ലി ഇന്ന് തന്നെ പോ ഉന്നെ എന്നാ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ വെറുതെ പണിയില്ലാതിരിക്കല്ലേ 50,000 ഉറുപ്പ്യാണേ അതെ ഗവൺമെന്റിന്റെ പൈസയാണ് അത് നമ്മ കളയണ്ട ഒരു കാര്യം അറിയാതെ വന്നിരിക്കുകയാണ്
അച്ഛൻ ഏതായാലും മരിച്ചല്ലോ. ആ അപ്പൊ തെങ്ങുമെന്ന് വീഴുമ്പോ കോവിഡ് ഉണ്ടായിന്ന് പറഞ്ഞിട്ട് എങ്ങനെയും കായ്പതിനപ്പം മേടിച്ചിടാൻ പറ്റുമോ? എൻ്റെ അച്ഛനാ 7 കൊല്ലം മുമ്പ് കോവിഡാ. ഇതാ മീശയുടെ വില കളയലടാ. ഇവൻ്റെ കൂടെയൊക്കെ ഇരുന്ന് എനിക്ക് കോവിഡ് വരും. ഒരു ഉപകാരമില്ലാത്തൊരു സാധനം. അതെ, ഇത് കൊണ്ടുപോയി ആദ്യം ഒന്ന് പഞ്ചായത്തിൽ പോകണം. പഞ്ചായത്ത് കൊണ്ടു കൊടുത്ത് അവിടെ കാണിച്ചിട്ട് അവരെന്തോ പറയണം നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. സാറേ, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്നല്ലേ കൊടുക്കണ്ടേ? ആനാ, എനിക്ക് അറിഞ്ഞൂടല്ലോ എന്തോ വേണ്ടു. പിന്നെ പഞ്ചായത്തിൽ പോകാൻ പറഞ്ഞെന്തിനാ? ഇവിടെ ബാബുലയൻ സാർ ഒരാഴ്ച കൂടെ ലീവാണെന്നുള്ള കാര്യം അറിയാലോ. സാറും കൂടെ വന്നാലല്ലേ അത് ശരിയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞ പോരെ? ഇതൊക്കെ പറഞ്ഞു വിട്ടാലും ഒരാഴ്ച ഒന്നുമല്ല, ദിവസം പിന്നെ ഇതിനു വേണ്ടി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ചുമ്മാ പഞ്ചായത്തൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഭക്ഷണം കിട്ടണില്ല സാറേ. ഇത് ഹോട്ടലല്ല, ഇവിടെ കൊടുക്കണ്ടെന്ന് അവിടുന്ന് പറഞ്ഞു. എന്തായി പറയണേ? ചോറൊക്കെ തന്നിരുന്നല്ലോ, ഭക്ഷണമൊക്കെ തന്നിരുന്നല്ലോ. ലോക്ക്ഡൌൺ സമയത്ത് ഭക്ഷണം തന്നത് അതാണോ? നമുക്ക് എല്ലാവർക്കും ഭക്ഷണം. ആ കമ്മ്യൂണിറ്റി കിച്ചൺ അത് അന്ന് ലോക്ക്ഡൌൺ ആയിരുന്നു, എല്ലാം അടച്ചിട്ടിരുന്നല്ലോ. അപ്പൊ ഈ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ ഇതിൽ നിന്ന് ഭക്ഷണം കൊണ്ട് കൊടുത്തതല്ലേ. അതിനിപ്പൊ അടച്ചിട്ടില്ലല്ലോ, ഇപ്പൊ എല്ലാം തുറന്നു കിടക്കല്ലേ, എല്ലാം പ്രവർത്തിക്കല്ലേ. എന്നാ അടച്ചിടാൻ പറ സാറേ. ആരോട് പറയാൻ? ഈ അടപ്പിക്കുന്ന ആൾക്കാരോടെ. അത് വീട്ടിൽ അടുക്കളയൊന്നുമില്ലേ? വീട്ടിൽ അടുക്കളയുണ്ട്, അവിടെ ഒന്നും വേവിക്കാറില്ലേ? മോളിപ്പോ ഒന്നും ചെയ്യാറില്ലേ. മോള് ആൾക്കൂടി വെക്കും. ഒരു സാമ്പാർ, ഒരു രസം, ഒരു സാമ്പാർ, ഒരു രസം. ഇപ്പൊ രസവും ഇല്ല, ഒന്നുമില്ല സാറേ, ഒരു രസവും ഇല്ല. അടുക്കളയിലാകുമ്പോ നല്ല കോളായിരുന്നല്ലേ. ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം നെയ്ച്ചോറ്, ഒരു ദിവസം ഇറച്ചിച്ചോറ്, ഒരു ദിവസം മുട്ട, ഇതൊക്കെ അങ്ങനെ കിട്ടുമായിരുന്നു. ഒരു കാര്യം ചെയ്യേ, അപ്പൊ അടയ്ക്കാനായിട്ട് പൊന്നുതമ്പുരാനോട് പ്രാർത്ഥിക്ക്. അതെ, അപ്പൊ കിട്ടുമല്ലേ? അടച്ചിട്ടാലേ കിട്ടുള്ളൂ. ഇതെല്ലാം തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. കിട്ടൂല. അതിന് ഇപ്പൊ കഴിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം സാറേ, മറ്റേ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ നടക്കും. പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ നടക്കും. ആ മാസ്ക് എങ്ങനെ വെച്ചോ, ഇങ്ങനെ മൂക്കിൽ വെക്കാനാണത്, താടിയിൽ വെക്കാനല്ല. മോളെ എനിക്ക് അങ്ങോട്ട് വെച്ചാലേ എനിക്ക് ശ്വാസം മുട്ടും. ബെസ്റ്റ്. ചെല്ല് ചെല്ലെന്നാ പോട്ടെ. മതി. അഞ്ചാറ് നടക്കും. ഇത് എന്തെല്ലാം തരം മനുഷ്യരാണ് സാറേ. ഈ ആൾക്കാർക്ക് ഓരോന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ സൗജന്യം കിട്ടാതെ വരുമ്പോ ഇത് തന്നെ. ഇപ്പൊ വേറെ കാര്യമുണ്ട്, ഇത് അടച്ചിട്ടിരുന്നത് നമുക്ക് സുഖമായിരുന്നില്ലേ? ശരിയാ. മാസത്തിൽ 15 ദിവസം ജോലി ചെയ്താൽ ഫുൾ ശമ്പളം കിട്ടുമായിരുന്നല്ലോ. നമുക്കും അത് കിട്ടാതിരുന്നപ്പോ ഒരു വിമിഷ്ടം ഇല്ലേ? ഉണ്ട്. അതാ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവരും കൂടെ ഇത് അടച്ചിടാനായിട്ട്. പുള്ളി പറഞ്ഞ സത്യമായിട്ട് ഇത് വെച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. അത് മേഡം ഒന്ന് താത്തു വയ്ക്കുക, ആരെങ്കിലും വരുമ്പോ വെച്ചാ പോരെ. എന്റെ പെണ്ണേ, ഇവിടെ 50,000 ഉറുപ്പ്യ കൊടുക്കണ്ട് എന്ന് പറഞ്ഞല്ലോ. 50,000 ഉറുപ്പ്യ കൊടുക്കണ്ട് പറഞ്ഞ്. മാസ്ക് വെക്ക്, മാസ്ക് വെക്കാദ്യം. സാറേ, മാസ്ക് വെച്ച് ഞാൻ ഇടങ്ങറാവും. എനിക്ക് വലിവിൻ്റെ അസുഖമുണ്ടേ. എത്ര ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളുടെ ഈ ഓഫീസിലേക്ക് കോണിപ്പഴം അവിടെ നിന്ന് കയറി വന്നപ്പോൾ നിൽക്കാൻ പറ്റില്ലേക്ക് ശ്വാസം മുട്ടിയിട്ട്. ആ കാരണമാണ്. മാസ്ക് കയ്യിലുണ്ടല്ലോ. ഞാൻ അവിടെ ഒക്കെ വെച്ചിട്ട് വന്നാണ്. ശ്വാസം മുട്ടിയപ്പോ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ വെച്ചിട്ട് തന്നെ പോണം. ശ്വാസം മുട്ടിന് വെക്കണ്ട, ശ്വാസം മുട്ടിന് വെക്കണ്ട സാറേ. 50,000 ഉറുപ്പ്യ കൊടുക്കണ്ട് പറഞ്ഞു ഇവിടെ. ആര് പറഞ്ഞാണ്? പ്യാരിയേ. ഇത് പൈസ കൊടുക്കണ സ്ഥലമൊന്നുമല്ല, പൈസ ഒക്കെ കിട്ടണത് ബാങ്കിൽ നിന്നാണ്. ഇവിടുന്ന് വേണമെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റും തരാം. വില്ലേജ് ഓഫീസാണ്. ഇവിടെ കോവിഡ് വന്ന് മരിച്ച ആൾക്കാർക്ക് 50,000 ഉറുപ്പ്യ കൊടുക്കണ്ടോ നിങ്ങള്? ഓ സാറേ, സർക്കാരിന്റെ എക്സ്ഗ്രേഷ്യ അപേക്ഷിക്കാൻ. ഗ്രേഷ്യാണോ ലില്ലാണോ എന്നൊക്കെ അറിയില്ല. ഇവിടെ കൊടുക്കണ്ട് പറഞ്ഞു. അതെ, അതങ്ങനെ ഉണ്ട്. പക്ഷെ അത് വെറുതെ അങ്ങോട്ട് തരല്ല, അതിനെ അപേക്ഷിക്കണം. അത് ഞാൻ പറയാം, ഞാൻ പറയുന്ന രേഖകളൊക്കെ വേണം. കൊറേയൊക്കെ ഞാൻ കൊണ്ടുവന്നേക്കണം. ഒരു കുറച്ച് സമയം ഉണ്ടാകുന്ന ശ്വാസം ശരിയാക്ക്. അപ്പൊ അത് നോക്കട്ടെ. ഇവിടെ മരിച്ച ദിവസം, മരിച്ച സ്ഥലം,
മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല, മരണം സ്ഥിരീകരിച്ച ആശുപത്രി, മരണം റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്ത്, പിന്നെ അപേക്ഷകന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ ഞങ്ങൾക്ക് തന്നാല് അത് പരിശോധിച്ചിട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് കൊടുക്കും. അവര് പരിശോധിച്ചിട്ട് അവർക്കത് ബോധ്യപ്പെട്ടാല് ഈ പറയുന്ന 50,000 നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം. അതൊക്കെ ഇല്ലേ? വണ്ടൂരി മാഡം, ഈ മരിച്ച ആളിന്റെ വിവരങ്ങളൊക്കെ ഡെത്ത് ഇൻഫോ പോർട്ടലിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കൂ. അതെ, എന്താ മരിച്ച ആളിന്റെ പേര്? കുഞ്ഞഹമ്മദ്. കുഞ്ഞഹമ്മദ്. എന്താണ് കുഞ്ഞഹമ്മദ്. എവിടെ വീട്? അഡ്രസ്? എടപ്പാട്. എടപ്പാട് എവിടെ വീട്? ചേമ്പത്തേതിൽ ഹൗസ്. ഡേറ്റ് പറയും, മരിച്ച ഡേറ്റ് പറയും. 10/1/2022. 10/1/2022. സാറേ ഉണ്ട്. ഈ ഡേറ്റിൽ ഈ അഡ്രസ്സിൽ മരിച്ചേക്കണത് കോയാണ്. ഞാനെപ്പോ മരിച്ചു? മരിച്ചാളുടെ പേര് കോയല്ലേ? കുഞ്ഞഹമ്മദ്. കുഞ്ഞഹമ്മദാണല്ലേ? എന്റെ വാപ്പയാണ്. കോയ ഞാനാണേ. ഞാൻ മരിച്ചപ്പെടാൻ ഒന്നും നിൽക്കില്ലല്ലോ. ഏത് ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്തേ. ഡെത്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് തന്നില്ല, അതൊന്നും തന്നേ. ഇതിലത്തെ ഏതാച്ചാ എടുത്തോളീ സാറൊക്കെ, ഏതാ അറിയില്ല. ഇത് വീട്ടിലെ കണക്കും കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്തുണ്ടോ? ഇത് അത് ഉമ്മ ആ റങ്ക് വെട്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അതൊക്കെ പാടൊക്കെ തന്നാ. ഡെത്ത് സർട്ടിഫിക്കറ്റിൽ കോയാ മരിച്ചേക്കണം. എന്തൊരു കഷ്ടം. ഞാൻ ഇവിടെ നിക്കോ സാറേ? ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് അത് ആലോചിച്ചുകൂടെ? എടോ, പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിരിക്കണ മിസ്റ്റേക്ക് ആണിത്. അതപ്പോ ഞാൻ എന്താ കാട്ടത്? അതപ്പോ കിട്ടുമ്പോ വായിച്ചു നോക്കണ്ടേ? പിന്നെ 50,000 പോയോ? അല്ല, ഒരു കാര്യം ചെയ്യ്, പോയിട്ട് പേര് മാറ്റിട്ട് വാ. പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ട് ഈ മരിച്ച ആളുടെ സ്ഥലത്ത് ബാപ്പാടെ പേരാക്കണം. ഇതില് ഇപ്പൊ നിങ്ങൾ മരിച്ചതായിട്ടാ ഇതിൽ കിടക്കണേ. അതെ. അപ്പൊ മരിച്ചങ്ങളുടെ വാപ്പല്ലേ? അപ്പൊ അവിടെ വാപ്പാടെ പേരാക്ക്. അല്ല, ഇനിയിപ്പൊ ഇത് മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാ പിന്നെ അവസാനം പൈല് മാറി കിടക്കണ്ട. അത് മാറ്റണം പറയോ നിങ്ങള്? എന്നാ നിങ്ങള് തന്നാളി, ഞാൻ കൊണ്ടുപോയി മാറ്റിട്ട് കൊണ്ടുവരാ. എന്റെ കമ്പ്യൂട്ടറാ. അതെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടറിയോ? അതായത് അവിടെ ചെന്നിട്ട് പറയാ, ഈ ഡെത്ത് സർട്ടിഫിക്കറ്റില് കോയാന്നാണ് എഴുതിയിരിക്കുന്നത്, അത് കുഞ്ഞഹമ്മദ് ആക്കി തരുമോന്ന് പറയാ. ഇപ്പൊ പഞ്ചായത്തിൽ ചെല്ലുമ്പോ അവര് പറയോ മരിച്ച ആളുടെ പേര് മാറ്റാൻ പറ്റൂല, ഒക്കെ ജീവിച്ചിരിക്കുമ്പോ ചെയ്യണ്ടെന്ന്? നിങ്ങൾ പോയിട്ടാ ശരിയായിക്കൊണ്ടോന്നേ, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഞാൻ തന്നെ അവിടെ പോയിട്ട് പറയാം, നിങ്ങള് പറഞ്ഞ മാതിരിക്ക്. 50,000 കിട്ടാണ്ട് പറ്റൂല. അതാണ് ഇനിയിപ്പോ എത്ര നടക്കാൻ. ഇതൊക്കെ മരിക്കണ തന്നെയാണ് നല്ലത്. അല്ലേ, വണ്ടൂരി മാഡത്തിന് തോന്നണുണ്ടോ പഞ്ചായത്തിൽ പോയിട്ട് ഇയാൾ ഈ പേപ്പർ ശരിയാക്കി വരുമെന്ന് തോന്നുന്നു? കൊറേ കിടന്ന് കറന്നു. 50,000 വേണ്ടെന്ന് പറയും. അതെ, ചായ കുടിക്കാൻ പോലോ? സാറേ, ഇവിടെ താഴത്തേക്ക് ഇറങ്ങാൻ കോണിപ്പടി അല്ലാണ്ട് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? വേറെന്ത്? അല്ല, ഈ ഇതുണ്ടോ ലിസ്റ്റ്? ലിഫ്റ്റ്? അതന്നെ. ഇവിടുത്തെ ലിഫ്റ്റ് മേളിലോട്ട് പോകാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിപ്പോ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റൂല? ഇറങ്ങുമ്പോ അത്ര വിഷയമില്ല. ഇറങ്ങിക്കോ, വേഗം ഇറങ്ങിക്കോ. അത്ര മുട്ട് വരില്ല ഇറങ്ങുമ്പോ. മറിമായം